ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടിൻസീസ് അക്കാഡമി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു റീഡിങ്ങിൻ്റെ പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ റിസർച്ച് പാട്ടാണ്. സോ അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നമ്മൾ കുറേ റിസർച്ച് മെറ്റീരിയൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുറച്ച് ടെക്നിക്കുകൾ റിപ്പീറ്റഡ്ലി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അവർക്ക് OET ഒഫീഷ്യൽ 2.0 കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, റീഡിങ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് അവർ കുറച്ച് ടെക്നിക്കുകൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് റീഡിങ് മെറ്റീരിയൽ വന്നാലും ആ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസറിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് പറയാറുണ്ട്, മാഡം ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ റീഡിങ്ങിനെ അപ്രോച്ച് ചെയ്തു, പക്ഷേ എനിക്ക് എപ്പോഴും സ്കോർ കയറുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഒരിക്കലും ഫെഡപ്പ് ആവരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ നിങ്ങൾ റീഡിങ്ങിനെ അപ്രോച്ച് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ മെത്തേഡിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിസൈഡ് സ്കോർ കിട്ടാതെ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വായിക്കുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അതിനെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പം ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്, റിസർച്ച് ടൈപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്ന ഇതാണ്, വാട്ട് ഡസ് ദ വേർഡ് അതേഴ്സ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് റെഫേഴ്സ് ടു? സോ അപ്പൊ അതേഴ്സ് എന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ വായിച്ച് മീനിങ് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ചിലതിന് നമ്മൾ ചില പൊടിക്കൈകൾ, അതായത് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ്ലി നമുക്ക് വേറൊരു മെറ്റീരിയൽ കിട്ടിയാലും നമുക്ക് ഈ രീതിയിൽ തന്നെ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ OET എക്സാമിന് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ നമുക്ക് സ്മാർട്ട് വർക്കും വേണം. സോ രണ്ടും കൂടെ വരുമ്പോഴാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അപ്പം ഒത്തിരി റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഈ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഒത്തിരി യൂസ്ഫുൾ ആണ്. അവർക്ക് നല്ല ഡിസൈഡ് സ്കോർ എടുക്കാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഒത്തിരി യൂസ്ഫുൾ ആണ്. മിനിമം നമുക്കൊരു 40 എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് ടെക്നിക്കലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 40 സ്കോർ, അതായത് 4 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഏകദേശം പ്രോമിസിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പാസേജിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് അവർ അതിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നും ആൻസറിനെ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഇതൊരു അണ്ടർലൈൻ വേർഡ് ആണ്, റെഫേഴ്സ് ടു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു പോയത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അതിന്റെ തൊട്ട് താഴത്ത് നമുക്ക് അത് പാരഗ്രാഫ് തുടങ്ങുന്നത് എവിടെയാണോ, അതേഴ്സ് എന്ന് നമുക്ക് തന്നിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, although some studies have reported a higher incidence of inpatient fall and other associated adverse outcomes in single rooms, and nursing staff do express concern over loss of wider patient surveillance. അപ്പം അത് കഴിഞ്ഞിട്ട് കോമ തന്നിട്ട് വീണ്ടും അവർ പറയാണ്, others have found that a majority of patient express a preference for private rooms. സോ ഇതിൽ ഈ അതേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, രണ്ട് കോമയ്ക്കുള്ളിൽ അവരൊരു കാര്യത്തെ കൊടുത്തിട്ടുണ്ട്. സോ ഗ്രാമാറ്റിക്കലി നമ്മൾ രണ്ട് കോമയുടെ ഉള്ളിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ അതിന്റെ മീനിങ് ആ കോമയുടെ ഉള്ളിൽ തന്നെ കണ്ടെയ്ൻ ആവും എന്നാണ് പറയുന്നത്. സോ അപ്പം അതുകൊണ്ട് തന്നെ although some studies have reported a higher incidence of inpatient falls and other associated adverse outcomes in single rooms, others have found that a majority of patients express a preference for private rooms. Clear ആയോ? അതായത് അതിന്റെ ഇടയിൽ രണ്ട് കോമയിലാണ് നിങ്ങൾക്ക് ആ സെന്റൻസ്, ബാലൻസ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. അതെന്തായിരുന്നു അത്, ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് ഡു എക്സ്പ്രസ് കൺസേൺ ഓവർ ലോസ് ഓഫ് വൈഡർ പേഷ്യന്റ് സർവൈലൻസ്. സോ ആ ഒരു കാര്യത്തെ രണ്ട് കോമയ്ക്കുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് തന്നെ അതിന്റെ മീനിങ് കണ്ടെയ്ൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസ് തുടങ്ങിയതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അതേഴ്സ് എന്ന് പറഞ്ഞ് സെന്റൻസ് പോകുന്നത്. ക്ലിയർ ആയോ ഇപ്പം? അപ്പം അങ്ങനെയാണ് ഗ്രാമാറ്റിക്കലി ആ കോമയുടെ ഒരു യൂസേജ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ടെക്നിക്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേറെ ഏത് തരത്തിലൊരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും
ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീഡിങ്ങിൽ ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. സോ അത് നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം റീഡിങ്ങിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഒത്തിരി സഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങൾ റീഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു അല്ലേ. അവർ പറയുകയാണ് ചില സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത്, ഹയർ ഇൻസിഡൻസ് ഓഫ് ഇൻപേഷ്യൻറ്റ് ഫോൾസ്. അപ്പം ഇൻപേഷ്യൻറ്റ് ഫോൾസിൻ്റെ അവർ കുറച്ച് സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞപ്പം കുറച്ച് സ്റ്റഡീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻപേഷ്യൻറ്റ് ഫോൾസിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണെന്ന്. അതോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അഡ്വേഴ്സ് ഔട്ട്കംസ്, സിംഗിൾ റൂംസിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അഡ്വേഴ്സ് ഔട്ട്കംസിനെ കുറിച്ചും കൂടുതലാണെന്നുള്ള, അതിൻ്റെ ഇൻസിഡൻസും കൂടുതലാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു ഐഡിയ അവർ പറയണം, കോമ ഇട്ടിട്ട് അടുത്തൊരു ഐഡിയ ആണ് അവർ പറയുന്നത്. ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് ഡു എക്സ്പ്രസ് കൺസേൺസ് ഓവർ ലോസ് ഓഫ് വൈഡർ പേഷ്യന്റ് സർവൈലൻസ്. നഴ്സിംഗ് സ്റ്റാഫും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് കൺസേൺ എന്തിനെ കുറിച്ച്, വൈഡർ പേഷ്യന്റ് സർവൈലൻസിനെ കുറിച്ച് നഴ്സിംഗ് സ്റ്റാഫും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് കൺസേൺ. സോ അതൊരു കോമ ഇട്ടു. സോ കോമ ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുവാണ്. സോ അതിൻ്റെ മീനിങ് ആ രണ്ട് കോമയുടെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുവാണ്. സോ ഇനി അടുത്തത് പറയണം, others have found that a majority of patients express a preference for private rooms. മറ്റുള്ളവർ ഫൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്നെയുള്ള റെസ്റ്റ് ഓഫ് ദ സ്റ്റഡി എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, മെജോറിറ്റി ഓഫ് പേഷ്യൻസ് എക്സ്പ്രസ് എ പ്രിഫറൻസ് ഫോർ പ്രൈവറ്റ് റൂംസ് എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവിടെ രണ്ട് ത്രെഡാണ് തന്നിരിക്കുന്നത്, ഒന്ന് നഴ്സിംഗ് സ്റ്റാഫ്, മറ്റൊന്ന് മറ്റ് സ്റ്റഡി. അപ്പോൾ ഓൾറെഡി നഴ്സിംഗ് സ്റ്റാഫ് അല്ല എന്നുള്ള കാര്യം നമുക്ക് അവിടെ മനസ്സിലായി. പിന്നെയുള്ളത് സം സ്റ്റഡീസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ ബാലൻസ് കണ്ടിന്യൂഷൻ ആണ്. അതേഴ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് എ മെജോറിറ്റി ഓഫ് പേഷ്യൻസ് എക്സ്പ്രസ് എ പ്രിഫറൻസ് ഫോർ പ്രൈവറ്റ് റൂംസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ ഫുൾ പാരഗ്രാഫ് വായിച്ചിട്ടില്ല, നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് മാത്രമേ വായിച്ചുള്ളൂ. ആ സെൻറ്റൻസിൽ നിന്നാണ് നിങ്ങൾ ഈ ആൻസറിലേക്ക് ലൊക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമ്മുടെ റീഡിങ്ങിൽ മറിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി നിങ്ങൾ റീഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം, എന്താണ് നമ്മുടെ ഓപ്ഷൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഓപ്ഷനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളിനി കണ്ടെത്തിയ നമ്മൾ എന്താണ് അതേഴ്സ് എന്ന് കണ്ടെത്തിയത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. സോ 9th ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, വാട്ട് ഡസ് ദ വേർഡ് അതേഴ്സ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് റെഫേഴ്സ് ടു? റിസർച്ച് സ്റ്റഡീസ്, അഡ്വേഴ്സ് ഔട്ട്കംസ്, ദ മെജോറിറ്റി ഓഫ് പേഷ്യൻസ്, കൺസേൺസ് എക്സ്പ്രസ്ഡ് ബൈ നഴ്സ്. സോ എനിവേ നിങ്ങൾക്ക് അഡ്വേഴ്സ് ഔട്ട്കം, ദ മെജോറിറ്റി ഓഫ് പേഷ്യൻസ്, ഇത് നിങ്ങൾക്ക് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് രണ്ടെണ്ണമാണ്, റിസർച്ച് സ്റ്റഡീസും കൺസേൺ എക്സ്പ്രസ്ഡ് ബൈ നഴ്സസും. സോ അതിനകത്ത് കൺസേൺ എക്സ്പ്രസ്ഡ് ബൈ നഴ്സസ് എന്നുള്ളത് അവർ കണ്ടെയ്ൻ ചെയ്താണ്, അതിൻ്റെ മീനിങ് രണ്ട് കോമയ്ക്കുള്ളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് റെസ്റ്റ് ആ ഒരു സെൻറ്റൻസിനോട് കൂടെ കൂട്ടി വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിസർച്ച് സ്റ്റഡീസുമായിട്ടാണ് ആ ഒരു ബാലൻസ് വരുന്ന നിങ്ങളുടെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ റിസർച്ച് സ്റ്റഡീസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റൈറ്റിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, മിസ്റ്റർ എക്സ്, നമ്മൾ രണ്ട് കോമയുടെ ഉള്ളിൽ പ്രഗ്നന്റ്, ഹൂ ലീവ്സ് ഇൻ എ റെന്റഡ് ഹൗസ്. സോ മിസ്റ്റർ എക്സ് ലീവ്സ് ഇൻ എ റെന്റഡ് ഹൗസ് എന്നുള്ളതാണ് ആ ഒരു ആ ഒരു പ്രഗ്നന്റ് എന്നുള്ളത് രണ്ട് കോമയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ഐഡിയനെ ആ രണ്ട് കോമയ്ക്കുള്ളിൽ നിങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ട് മിസ്റ്റർ എക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഹൂ ലീവ്സ് ഇൻ എ റെന്റൽ ഹോം എന്ന് പറയുന്നത്. സോ സെയിം ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് നിങ്ങളുടെ ഈ റീഡിങ്ങിലും അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സെന്റൻസ് തുടങ്ങുന്ന ഓൾദോ എന്ന് പറയുന്നവിടെ നിന്നാണ് നിങ്ങളുടെ സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് എങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അതേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള രണ്ട് കോമയുടെ ഉള്ളിൽ അവർ ആ ഒരു മീനിങ്ങിനെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ഒരുപാട് നിങ്ങളുടെ റീഡിങ്ങിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഡു വാച്ച് അവർ ചാനൽ OET വിത്ത് ടിൻസി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൺവേ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.